Good morning. Good morning. Good morning. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഇരിക്കണു എന്ന് വിചാരിക്കണു. ഞങ്ങളിപ്പോൾ റെഡി ആയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് പോവാണ്, ഒറ്റപ്പാലത്തേക്ക്. അമ്മതേ അവിടെ ഭയങ്കര ഹൈപ്പറായിട്ടാണ് നിൽക്കുന്നത്, അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഞങ്ങൾ എങ്ങനെയെങ്കിലും എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അമ്മയ്ക്ക് ഈ വീടും പരിസരവും കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ തിരക്കിട്ട് നിൽക്കുകയാണ്. ഞങ്ങളൊന്ന് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതെ, ഇവിടെ രണ്ട് കുട്ടി വാനരന്മാരുണ്ട്. Good morning. എവിടെ നന്ദു? എവിടെ? ഇവിടെ വാ. സ്റ്റിയറിംഗ് നോക്കേ. ഒരു ഗുഡ് മോർണിംഗ് പറയാം. Good morning. ചോദിക്കാം എല്ലാവരോടും സുഖാണോ ചോദിക്കും. എല്ലാവർക്കും. അപ്പം ഞങ്ങള് നാട്ടിൽ വന്നിട്ട് ആക്ച്വലി ഒരു 3 weeks ആയി എങ്കിലും ഫുൾ ഓട്ടത്തിലായിരുന്നു. ഫസ്റ്റത്തെ ഒരു വീക്ക് ഞാനും അമ്മയും വന്നു. ഇവിടെ അത്യാവശ്യം വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മാളും രാജും വന്നു. പിന്നെ നിങ്ങൾ കണ്ടല്ലോ, ഞങ്ങൾ ബോംബെക്ക് പോയി. അവിടെ ഈ പറഞ്ഞ പോലെ ഒരു 4-5 ദിവസം, അതും ഇരിക്കാൻ നേരം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. വീട്ടിലെ കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് രാജേഷും ദിവ്യയും ഓൾറെഡി ബൈക്കിൽ പോയി. അവർ ബൈക്ക് കൊണ്ടുണ്ടായിരുന്നു. ഞങ്ങളിത് പിള്ളേരുമായിട്ട് പതുക്കെ പിന്നാലെ പോവാണ്. അപ്പം ശരി, ബൈ ബൈ. വൈകുന്നേരം വരാം. ആ നോക്കട്ടെ. ആ ഇല്ല ഉണ്ടാക്കൊന്നും വേണ്ട. ബൈ. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് പാട് പാട് പാട്. അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ കുറുമ്പരന്ന് ചിലർക്കും വെറ്റില ചെല്ലത്തിലോ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ കഥ കേട്ട്. ഞങ്ങള് ഫൈനലി ഒറ്റപ്പാലം എത്തി. ഇതാണ് ചെനക്കത്തൂർ കാവ്. നമ്മള് പാട്ട് പാടി പാട്ട് കേട്ട് ഒക്കെ അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് എത്തിയില്ലേ. അതുകൊണ്ട് പാട്ട് ഭയങ്കര വൈറലാവാൻ പോവാണ് കേട്ടോ. ദിവ്യാമണി വന്നു. ദിവ്യാമണി സിസ്റ്ററിന്റെ വീടാണത്. ഭയങ്കര കുക്കിംഗ് നടക്കാണ്. എന്താണ് സ്പെഷ്യൽ? ബിരിയാണി. നളപാചകമാണ്, നളപാചകം. രാജേഷും ദിവ്യയും കൂടിയിട്ട്. യെസ്, ചിക്കൻ ബിരിയാണി. ഇതാണ് ചീഫ് ഷെഫ്. സാധു നോക്കിയിട്ട് പറയുന്നത് എന്താണ്? ആഹാ, ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബിരിയാണി റെഡിയായി. ബിരിയാണി അടിപൊളി, സൂപ്പർ ലുക്ക്. ഞങ്ങൾ വന്നത് ഒരു മണി ആയതുകൊണ്ട് ഹോം ടൂർ എന്തായാലും ലഞ്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്തായാലും കാണിക്കേണ്ട ഒരു വീട് തന്നെയാണ്. ഒരു എന്താ പറയാ, ഒരു മിനി നഴ്സറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ രാജേഷ്? നിങ്ങൾ കണ്ടിട്ട് പറയൂ. ഇവിടെ വന്നപ്പോ എന്താ പറ്റിയെന്ന് അറിയില്ല. നാട്ടിലെ വെയിലും ചൂടൊക്കെ കൊണ്ടിട്ടാണോ എന്നറിയില്ല. ചെറിയ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. സാറിന് നമുക്ക് UK എത്തിയിട്ട് എല്ലാം മാറും, എല്ലാം ശരിയും. എന്താണ് നിന്റെ കണ്ണില്? ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികള്. ഹലോ ഗൈസ്. കോപ്രാട്ടി മറ്റവന്റെ അവിടെ പോയി. മാമ കഴിക്കണ്ടേ? ഊണ് കഴിക്കണ്ടേ? വേണം. മണി 2 കഴിഞ്ഞു. നിങ്ങള് വിളമ്പിയാലേ എനിക്ക് 2 തരത്തിലുള്ള ഫുഡുണ്ടാവും. രാജേഷിന്റെ കുക്കിംഗ് ആണ്. എങ്ങനെയുണ്ട്? നമ്മുടെ ഗ്ലോ അല്ലേ കുക്കിംഗ് എങ്ങനെ ശരിയാവാതിരിക്കും? നമ്മള് രണ്ടുപേരും പുരട്ടാതിരിക്കാനല്ലേ.
ഇന്നലെ ഈ പൂർവ്വണ്ടാതിയും ബിരിയാണി തമ്മിലുള്ള കണക്ഷൻ മനസ്സിലായില്ലേ? നീ ഉള്ളി അരിഞ്ഞോണ്ടല്ലേ നിങ്ങളുടെ സെയിം ഉള്ളി അരിഞ്ഞോണ്ട്. ഇപ്പോൾ 6:30ക്കുള്ള മൂവി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മണി 4 ജസ്റ്റ് വീട്ടിൽ പോവാ, റെസ്റ്റ് എടുക്കുക, വേണേ ഒരു ചായ കുടിക്കുക, വരിക. രാജേഷ് ബൈക്ക് എടുക്കാൻ പോയിട്ടുണ്ട്. രാജേഷിന് ഇവിടെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ, സ്വന്തമായിട്ടുള്ള ഒരു നഴ്സറി, പാലക്കാട് ഗാർഡൻസ്. ഇതാണ് ഇവരുടെ നഴ്സറി. ജസ്റ്റ് ഹൈവേയുടെ തൊട്ടിപ്പുറത്ത് ഒറ്റപ്പാലം. ഇതാണ് മറ്റേ മൂവി തിയേറ്ററിൻ്റെ ലാഡ ലാൻഡ്. അതിൻ്റെ തൊട്ടടുത്ത് ഓപ്പോസിറ്റിലാണ് ഈ പമ്പിൻ്റെ എതിർവശത്തായിട്ട് പാലക്കാട് ഗാർഡൻസ്. അപ്പോൾ ഈ വഴി പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ കയറി പ്ലാൻസ് ഒക്കെ എടുക്കണം കേട്ടോ. ടു ഇയേഴ്സ് ആയി അല്ലേ? ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ചെടികളും പൂക്കളുള്ള ചെടികളും ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും. പിന്നെ ഇവർ എന്താ പറയുക, വെർട്ടിക്കൽ ഗാർഡൻ അല്ലെങ്കിൽ ലോണൊക്കെ അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് ഗാർഡൻ വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒറ്റപ്പാലം എന്താ ഈ ഹൈവേ, ഇത് ഏതാ ഹൈവേ? ആ, ഈ വഴിക്ക് പോകുന്നവർ പാലക്കാട് ഗാർഡൻസ് കയറിയിട്ട് എന്തായാലും പ്ലാൻസ് മേടിച്ചു കൊണ്ടുപോകണം. ഫുൾ ഗ്യാരണ്ടി. രാജേഷ് ബ്രോ ഫുൾ ഗ്യാരണ്ടി. ചെട്ടി നോക്ക്, നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ മീനുകളുണ്ട്. നോക്ക് മീനുകള്. ഗപ്പിയല്ലേ? ഇതൊന്ന് മാറ്റൂ, ഈ ഇല ഒന്ന് മാറ്റൂ. അടിപൊളി. നമ്മുടെ ഫൈറ്റർ ഫിഷിനൊക്കെ പോലെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഭയങ്കര കുഞ്ഞിയാ. ആണോ? ഏത് ഏത് ബ്ലാക്ക് കാണിച്ച? ഓഹോ, എങ്ങനെ മനസ്സിലായി? തടിച്ചിരിക്കോ? ഓഹോ. എന്തായാലും രാജേഷിന്റെ ഒരു ഹോം ടൂർ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു പ്രോപ്പർ വേലല്ല, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ അതേ മീനിനെ കണ്ടില്ലേ? ഇവിടെ ഇങ്ങനത്തെ പലതരം ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ എന്താ നന്ദു കാണിച്ചു തരാൻ പോണേ? മൊയിലോ? മൊയ്യ് മീൻസ് ഓ, എന്നിട്ട് നിങ്ങൾ ഇതിനെ പിടിച്ച് തിന്നോ? ശരിക്കും? മുഷി ഒരു വട്ടം വാങ്ങിച്ച് കഴിച്ചു, എന്നിട്ട് രണ്ടാമത്തേത്. എല്ലാം ഒരുമിച്ച് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ഇതിന്റെ വെള്ളമൊക്കെ മാറ്റുവോ? ആവശ്യമില്ല. ഓഹോ. ഹോം ടൂറ് പിന്നാമ്പുറത്തുനിന്നാണ് കേട്ടോ തുടങ്ങുന്നത്. അതാണ് അടിപൊളിയായ ഒരു കിണറ്. എവിടെ സൈക്കിള്? കാണിച്ചുതരാം. ഇത് രാജേഷിന്റെ വീട്. ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് രാജേഷിന്റെ സിസ്റ്റർ താമസിക്കുന്നത്, ചേച്ചി. ആ, ഇതേ തുടങ്ങിയല്ലോ ഊഞ്ഞാലാട്ടം. നിങ്ങൾക്ക് ഈ ഊഞ്ഞാലാട്ടം ഒബ്സഷനാണ് എന്നെ പോലെ തന്നെ. ഇത് കാന്താരി അല്ലേ? ഇത് കാന്താരി അല്ലേ? അടിപൊളി. കാന്താരി മുളക് ഊഞ്ഞാലാടുന്ന ബ്രോ. ആ, അതാ നന്ദുവിന്റെ സൈക്കിള്. എൻ്റെ സൈക്കിള് കാണിക്കാൻ പറഞ്ഞു. ഓടിക്ക്, ചവിട്ട്, സൈക്കിള് ചവിട്ട്. പുറത്തേക്ക് പോകണ്ട. ഹോം ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കണം. പക്ഷെ ഡിലേ ആയി. എന്തായാലും ഞാനിങ്ങനെ ഒരു ക്വിക്കായിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ശരിക്കും മെയിൻ ഗേറ്റ്. പിന്നെ ഈ സൈഡിലൊരു കുഞ്ഞു ഗേറ്റ് ഉണ്ട്, അതായത് നടന്ന് വരാനുള്ളത്. മറ്റേത് ബൈക്കും കാറും അങ്ങനെയൊക്കെ എടുക്കാനുള്ളത്. ഞാൻ ബാക്ക് ക്യാമറ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് വീട്. ഇവിടെ കണ്ടോ, പഴയ മരങ്ങളൊന്നും മുറിച്ച് മാറ്റിയിട്ടില്ല. ഒരു മാവും പിന്നെ അതിലൊരു ഊഞ്ഞാലും അതൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ചെടികൾ. ഞാൻ നേരത്തെ കാണിച്ചല്ലോ, നഴ്സറി നടത്തുന്ന ഒരാളാവുമ്പോൾ പിന്നെ സ്വന്തം വീട്ടിൽ ചെടികളല്ലാതെ പറ്റുമോ? അപ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് ഇവരുടെ വീട്. ഇതിങ്ങനെ തുളസിത്തറ, ഒരു
വെറൈറ്റി ആയിട്ട്. ഇതൊക്കെ രാജേഷിൻ്റെ തന്നെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെന്താ ഇങ്ങനെ ഒരു ബാമ്പു ഒക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടെയും ഇതാണ് ലൈക്ക് മെയിൻ എൻട്രൻസ്. പിന്നെ അഗെയിൻ ഇവിടെ മതിൽ അരമതിൽ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. ഇങ്ങനെ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടാണ് അതിനൊരു എന്താ പറയുക ഒരു മറ പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ സൈഡിലും ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഞാനിങ്ങനെ വിശദമായിട്ട് ഇപ്പോൾ എടുക്കാൻ എനിക്ക് സമയമില്ല. പറഞ്ഞല്ലോ ഞങ്ങൾ മൂവി ബുക്ക് ചെയ്ത കാരണം ഓൾമോസ്റ്റ് 6 മണി ആയി. ചായ കുടിച്ചിരിക്കും നിങ്ങൾ. ഞാൻ അപ്പോഴേക്കും വേഗം നിങ്ങളുടെ ഹോം ടൂർ ഞാൻ ചെയ്യട്ടെ. ഒന്ന് സഹകരിക്കൂ കുട്ടികളെ. ഇതാണല്ലേ. ഹായ് നന്ദ കുളിച്ച് റെഡിയായോ? അടിപൊളി. ഈ കണ്ണട വെച്ചിട്ടാണോ മൂവി കാണാൻ പോണേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ലിവിങ്. ഒരു നെറ്റിപ്പട്ടൊക്കെ ഇട്ടുണ്ട്. ഇങ്ങനെ ഡബിൾ ഹൈറ്റ് സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്, ചൂടൊക്കെ കുറയാൻ വേണ്ടിയിട്ട്. എല്ലാം ഡിസൈൻ ആൻഡ് പ്ലാനിങ് മിസ്റ്റർ രാജേഷാണ്. ഇത് ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ഇവിടെ ഒരു ബുദ്ധനൊക്കെ വെച്ച്, പിന്നെ അഗെയിൻ ഇവിടെയും കുറേ ഷോപ്പ് പ്ലാന്റ്സ് ഒക്കെ വെച്ച്, ഒരു മറ്റേ പുല്ല് പോലത്തെ കാപ്പറ്റൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു സീറ്റിംഗ് ഏരിയ. എടാ ഇതിൽ ഫിഷ് ഉണ്ടായിരുന്നോ നന്ദു? പോയോ അത്? ഇപ്പം ഇല്ല. ഒരു ഗപ്പി ഇതിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ഡൈനിങ് ഏരിയ, ഒരു കോമൺ വാഷ് ഏരിയ, ഇവിടുന്ന് മുകളിലേക്കുള്ള സ്റ്റെയർസ്, ആൻഡ് ഇവിടെയാണ് കിച്ചൺ. तू रेडी हो गई? ऐसे आ रही है. ഇപ്പോൾ ചായയൊക്കെ വെച്ചു. ഇവിടെ കിച്ചണിനോട് ചേർന്നിട്ടൊരു വർക്ക് ഏരിയ. ഇസ്ക ലൈറ്റ് ഡൺ. വർക്ക് ഏരിയ വേണ്ടെന്നാണ് ദിവ്യ പറയുന്നത്. അതൊന്നും സാരില്ല, അതിപ്പോൾ എല്ലാ വീട്ടിലും അത് തന്നെ ആയിരിക്കും അവസ്ഥ. ജസ്റ്റ് ഒരു വർക്ക് ഏരിയ, ഒരു വർക്ക് ഇല്ലാത്ത ഏരിയ. പൂജ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് 2 ബെഡ്റൂംസ്. ബെഡ്റൂമിൻ്റെ അകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതൊരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം. ഇവിടെ കുറച്ച് സ്പെയർ സ്പേസ് ഒക്കെ ഉണ്ട്. ടോയ് പ്ലേസ് അല്ലേ? ഇനി മോളിൽ പോവാം. കയറ്. ഇവിടെയാണ് ഒരു ഹൈലൈറ്റ്, എൻ്റെ ഫേവറേറ്റ് സ്പോട്ട്, ഊഞ്ഞാല്. ഇവിടെ ഒരു ഹാള് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ലിവിങ് കാണാൻ പറ്റും, TV ഒക്കെ ഇരിക്കുന്ന സ്പേസ്. പിന്നെ ഇവിടെ പുറത്തേക്ക് എന്താ പറയുക ടെറസും വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഏരിയ. ഇവിടുന്നും വേറെ ഒരു ടെറസ്. ഇവിടെയും ഇഷ്ടംപോലെ. ഇത് കോർട്ട്യാർഡിൻ്റെ സീലിംഗ് ആണ്. ലൈക്ക് ഇപ്പോൾ ഈ മോളിൽ നിന്ന് ഡസ്റ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ലൈറ്റ് വരണേ അല്ലേ നന്ദു? അല്ലേ കോർട്ട്യാർഡിലേക്ക്? ലൈറ്റുകളുണ്ട്. ഓക്കെ റൈറ്റ്. നല്ലൊരു ഒന്നാന്തരം മാവാണത്. ഇവിടെ ചക്കയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ്, നേരത്തെ കാണിച്ചില്ലേ, നടന്ന് വരാനുള്ള ഗേറ്റിൻ്റെ എൻട്രി ഭാഗം. ആൻഡ് ഈ ഭാഗത്താണ് ഇവിടെയും ഉണ്ട് ഇഷ്ടംപോലെ ചെടികളില്ലാത്ത ഒരു സ്പേസ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. വേണ്ട, ഇപ്പൊ തൽക്കാലം ഇറങ്ങണ്ട. ഇറങ്ങ. അപ്പൊ ഇതാണ് ഒരു ക്വിക്ക് ഹോം ടൂറ് ദിവ്യയുടെ ഒറ്റപ്പാലം വീട്. ഒരു വീട് വെച്ചിട്ട് എത്ര വർഷമായിടാ? 2 വർഷം. ഒരു ഹോം ടൂർ ചെയ്തതാണ്. 2 കൊല്ലായി അല്ലേ? എടാ അതും എവിടെ കുളിക്കാൻ പോയോ? ആഗ്രഹം സാധിച്ചല്ലോ മാളു. നല്ല സ്പീഡിലാണ്. അപ്പുറത്തെ ബിന്ദു ചേച്ചിയുടെ അവിടെ വരെ എത്തണം, പറമ്പിൽ വരെ. അപ്പൊ മൂവി കഴിഞ്ഞു, ഞങ്ങളത് വീണ്ടും പോവാൻ റെഡി. എങ്ങനെ ഉണ്ടായിരുന്നു മൂവി? അടിപൊളിയായിരുന്നു. ഏതാ കണ്ടത് പറ? ലക്കി ഭാസ്കർ. ഞാൻ ഇന്ന് ഇവര് ബുക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പേര് കേട്ടത്, പക്ഷെ കുഴപ്പമില്ല. ഐ തിങ്ക് ഡബ്ഡ് ഞങ്ങള് കണ്ടത് ഡബ്ഡായിരുന്നു. അല്ല ആക്ച്വലി അത് തമിഴാണോ ഹിന്ദിയാണോ? നമ്മള് കേട്ടത് എനിക്ക് തോന്നുന്നു തെലുഗു ആയിരുന്നു. അവര് പറയുന്നത് തമിഴായിരുന്നു. ആക്ച്വൽ ഒറിജിനൽ ലാംഗ്വേജ് ഓഫ് മൂവി എനിക്കറിയില്ല, പക്ഷെ നമ്മൾ കണ്ടത് മലയാളമാണ്. എന്നായിരുന്നാലും 1 ടൈം വാച്ചാണ്, കാണാം. അപ്പോൾ ഞങ്ങൾ ലേറ്റ് ആവണം, അതാണ് വേഗം വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. Until next video. അതെ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ. Until next video. Bye.